ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി കോംബോ റെസിപ്പി ആട്ടോ. മുഗളായി ചിക്കനും പിന്നെ ഹോം മെയ്ഡ് ബട്ടറിനാണോ. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ് മുഗളായി ചിക്കൻ റെസിപ്പി. നല്ല ഹോം മെയ്ഡ് സോഫ്റ്റ് ബട്ടറിനാണ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 1 കപ്പ് 250 ml കപ്പാണ് കേട്ടോ. അപ്പം 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചെടുത്തിന്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയാലും ഒരു കുഴപ്പമില്ല. 50 ഗ്രാം ബട്ടറിന് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു അളവിൽ ഈ 50 ഗ്രാം ബട്ടർ എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഈ ഒരു ചെറിയ ചൂടുള്ള പാലിൽ നിന്നൊന്ന് മെൽട്ടായിട്ട് കിട്ടും. ഇത് മെൽട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അപ്പോഴേക്ക് നമ്മളെ പാലൊന്ന് തണിഞ്ഞു പോകുമല്ലോ. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഇനി 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ സോഫ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറില്ലേ, നമ്മൾ കേക്കിനെല്ലാം ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ, അത് ചേർത്ത് കൊടുത്തിന്. ഇത് ഇല്ലെങ്കിൽ സ്കിപ്പാക്കാം, പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 1/4 കപ്പ് പാലിന് 3 കപ്പ് മൈദയാണ് ആവശ്യമായിട്ട് വന്നത്. ചില മൈദക്ക് വെള്ളം അധികം വേണ്ടി വരും, ചില മൈദക്ക് വെള്ളം അധികം വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദൻ്റെ ഒരു അളവിൽ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ മാവ് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഇതേപോലെ വലിച്ച് ഒന്ന് നല്ല സോഫ്റ്റ് മാവ് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. പ്രസ്സാക്കിയിട്ട് കുഴക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതായത് നമ്മൾ നോർമലെല്ലാം മിക്സാക്കിയ ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് അധികം ടൈം വേണ്ടി വരും. ഇപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നപ്പോൾ ഇത് മാവ് നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് പ്രസ്സാക്കിയിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു അളവിൽ എനിക്ക് 8 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ബോളാണ് കേട്ടോ. ഈ ഒരു മാവ് ഞാൻ പരത്തിയ ശേഷം 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പരത്താം. നിങ്ങൾക്ക് നാണിൻ്റെ പോലെ ആ ഒരു ഓവൽ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ പരത്താം. ഒരു ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഒരു 20ഓളം ബട്ടറിനാണ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വട്ടത്തിൽ പരത്തിയിട്ട് നടുക്കുന്ന് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ റെസിപ്പീൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ തന്നെ ഒന്ന് പരത്താൻ ശ്രമിക്കുക. നല്ല നേരിയതാക്കിയിട്ട് പരത്തണ്ട, ചെറിയൊരു തിക്നെസ്സിൽ അങ്ങനെ പരത്തിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കത്തി വെച്ചിട്ട് നടുക്കുന്നതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ട് എടുത്തിരിക്കുന്നത്. നല്ല നേരിയതാക്കിയിട്ട് പരത്തണ്ട, എന്നാൽ ചെറിയൊരു തിക്നെസ് വേണം. നമ്മൾ ഈസ്റ്റിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറും എല്ലാം ഇട്ട് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. പിന്നെ പ്രത്യേകം നിങ്ങൾ ഓരോ ബോൾസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ബോൾസ് ഒന്ന് അടച്ച് വെക്കാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ അതൊന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടായ ശേഷം ഈ ഓരോ നാണും ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എല്ലാം പരത്തി വെച്ചിട്ട് ചുടണമെന്നില്ല കേട്ടോ. സൈഡിൽ നിന്ന് പരത്തിയിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചുട്ടിട്ട് വേഗം നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. നമ്മിത് ചുട്ടെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടർ അധികം ഇഷ്ടമില്ലെങ്കിൽ, ബട്ടർ അധികം ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് ചുട്ട് കഴിഞ്ഞ ശേഷം എല്ലാം ഒരുമിച്ച് ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ നമ്മൾ ബട്ടർ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചുടുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ
നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ എല്ലാം ചുട്ടതിന് ശേഷം ഒന്ന് ബട്ടർ തടവി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അപ്രീ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു കളർ വരുമ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നതിന് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ചുട്ടെടുക്കുന്നേക്കും നല്ലത്, കാരണം ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ രീതിക്ക് ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് ചുട്ടെടുക്കുമ്പോൾ ബട്ടർ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ ചുട്ടതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കുറച്ച് ബട്ടർ തടവി കൊടുത്താൽ മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇത് നല്ല ടേസ്റ്റുള്ള ബട്ടറിനാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചിക്കൻ കറിനെല്ലാം കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് പോകുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മുഗളായി ചിക്കനാണ്. ഇനി അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ഇത് കറക്റ്റ് 1/2 കിലോൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് ഫുള്ളും. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം, ഒന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുള്ള ഏത് കുക്കിംഗ് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട, അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. ഇനി ഇതിലേക്ക് മസാല കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 80% ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 80% ഒന്ന് വെന്ത് കിട്ടീനെ, ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടീനെ. ഇനി ഇത്രയും മതി, നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈ ഓയിൽ മാറ്റമൊന്നും വേണ്ട, ഈ ഓയിലൊക്കെ നമ്മൾ മസാലയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതൊരു ചെറിയ കഷ്ണം ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിന്. ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ ഗീ ഉണ്ടാവില്ലേ, നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നല്ലേ ഗീ, അത് ചേർത്ത് കൊടുത്താൽ മതി 1 ടീസ്പൂണ്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം 2 മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിന് കേട്ടോ. ചെറിയ രീതിക്ക് കട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മളെ ബേ ലീഫില്ലേ, നമ്മളെ ബിരിയാണിക്കലിടുന്ന നെയ്ച്ചോറിനെല്ലിടുന്നൊരു ഇല, അതും പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു 3 ഏലക്കായി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നാൽ പോരാ. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് സോഫ്റ്റായി പോരാ, ചെറിയൊരു കളറ് മാറിയിട്ട് ചെറിയൊരു ഗോൾഡ് ഷെയ്ഡായിട്ട് വരണം. അപ്പോൾ ആ ഒരു കളറാണ്, ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഫുള്ളായിട്ട് നമുക്കൊരു നല്ലൊരു ഫ്ലേവർ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വാട്ടിയിട്ട് ഒന്ന് കളറ് മാറ്റിയിട്ട് എടുക്കാം. ഇനി ഇത് ഫ്രൈ ആകുന്ന നേരം കൊണ്ട് ഞാനൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച 10 ബദാമും 10 അണ്ടിപ്പരിപ്പാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ സവാള ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കളറ് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതായിട്ട് കളറെല്ലാം മാറിയിട്ട് വന്നതിനല്ലോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ ജ്യൂസ്, ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് വെള്ളം ചേർക്കാണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് പച്ചമണമെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ടീസ്പൂണും ശ്രദ്ധിക്കണേ. ഇനി ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതില്ലേ, അതും കൂടി ചേർത്ത്, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ ഒരു 1 ടീസ്പൂണ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ
എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് മസാലകളെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം. മസാലേൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കാം. ഇതിൽ ഉപ്പിടുന്നത് പറയാൻ വിട്ടുപോയി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കല്ലേ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. മസാല എല്ലാം ചിക്കനിൽ നല്ലോണം കോട്ടാവുന്ന പോലെ. അതിനുശേഷം ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈരില്ലേ, കട്ടത്തൈര്, അത് ചേർത്ത് കൊടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ, ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രമിക്കണം കേട്ടോ. പുളിയുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പുളിയായിപ്പോവില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിന് ശേഷം നമ്മൾ നട്ട്സ് ഒന്ന് അരച്ച് വെച്ചിട്ടില്ലേ, ബദാമും കാഷ്യൂസും, അതിൻ്റെ പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ച് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കേണ്ടത്. എന്നെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിന്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കാരണം നമ്മളെ ചിക്കന് ഒരു 80% വെന്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയും നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് അതേപോലെ തന്നെ അടച്ച് വെക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് അടിക്ക് പിടിച്ചുവല്ലോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മൾ കസൂരി മേത്തിയില്ലേ, നമ്മൾ ഉലുവേൻ്റെ ഇല, അതൊന്ന് കൈയോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് മല്ലിയിലയാണ്. ഇതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ മുകൾ ഭാഗത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതേപോലെ വന്നാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു ഗ്രേവി അല്ല, അത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. നോക്കിയേ, കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ മുഗളായി ചിക്കന് റെഡി. ഇത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മുഗളായി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നും, അത്രയും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് മല്ലിയില കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തേ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കോംബോ ആയിട്ടാണ് ഞാൻ ബട്ടർ നാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം ഇതുപോലെ ചിക്കനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ബട്ടർ നാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ കേട്ടോ. ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനും നല്ല അടിപൊളി ചിക്കൻ കുറുമയല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഗസ്റ്റെല്ലാം വന്നാൽ നമുക്ക് അടിപൊളി തന്നെ അവരുടെ മുമ്പിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കോംബോ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇനിയും കാണാനായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.